ഖുസാഅത്ത് ഗോത്രക്കാരും ബനൂ ബക്കർ ഗോത്രക്കാരും കാലങ്ങളായി പരസ്പര ശത്രുതയിൽ ജീവിച്ചിരുന്ന രണ്ട് ഗോത്രങ്ങളാണ്. പക്ഷെ ഇസ്ലാമിൻ്റെ ആഗമനത്തോടെ ഈ രണ്ട് ഗോത്രങ്ങളും എല്ലാം മറന്ന് കൈകോർക്കുകയും ഇസ്ലാമിനെ ആക്രമിക്കുകയും ചെയ്തു. പിന്നീട് ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് ഓരോ വിഭാഗത്തിനും ഇഷ്ടമുള്ളവരുമായി സന്ധി ചേരാമെന്ന് പറഞ്ഞപ്പോൾ ഖുസാഅത്ത് ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അഥവാ മുസ്ലിമീങ്ങളുമായി സന്ധി ചേരുകയും ബനൂ ബക്കർ ഗോത്രക്കാർ ഖുറൈശികളുമായി സന്ധിയിൽ ഒപ്പിടുകയും ചെയ്തു. 10 വർഷത്തേക്ക് പരസ്പരം യുദ്ധം പാടില്ലെന്നും യുദ്ധത്തിനു വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാൻ പാടില്ല എന്നതുമായിരുന്നു സന്ധിയിലെ പ്രധാനപ്പെട്ട തീരുമാനം. പക്ഷേ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് 18 മാസമായപ്പോഴേക്കും ബനൂ ബക്കർ ഗോത്രക്കാർ സന്ധി പൊളിക്കുകയാണ്. അഥവാ ഖുസാഅത്ത് ഗോത്രത്തിൽപ്പെട്ട 20 ആളുകളെ ബനൂ ബക്കർ ഗോത്രക്കാർ കൊന്നുകളഞ്ഞു. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടുകളും ആയുധമായിട്ടും ആളുകളായിട്ടും ഖുറൈശികൾ ബനൂ ബക്കർ ഗോത്രക്കാർക്ക് നൽകുകയും ചെയ്തു. അവസാനം ഖുസാഅത്ത് ഗോത്രക്കാർ മദീനയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സമ്പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്തു. ഇതേ സമയം മക്കയിലുള്ള ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാപ്പ് ചോദിച്ച് കുറച്ചുകൂടി സന്ധി നീട്ടിത്തരണമെന്ന ആവശ്യം ഉന്നയിക്കാനായി അബൂ സുഫിയാനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് കുറച്ചുകൂടി സന്ധിയുടെ കാലാവധി നീട്ടിത്തരണമെന്നാവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മൗനം പാലിച്ചു. നിരാശനായ അബൂ സുഫിയാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലും ഫാത്തിമ ബീവിയുടെ അടുക്കലും ചെന്നു. പക്ഷേ എല്ലാവരും ആ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. നിരാശനായ അബൂ സുഫിയാൻ തിരിച്ച് മക്കയിലേക്ക് പോയി. ഇതേ സമയം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതീവ രഹസ്യമായി മക്കയിലേക്ക് പുറപ്പെടാൻ വേണ്ടി 10,000 സ്വഹാബികളുമായി ഒരുങ്ങുകയാണ്. ഹിജ്റ 8-ാം വർഷം റമളാൻ മാസത്തിലായിരുന്നു ആ യാത്രയുടെ തുടക്കം. അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു, ഒരു കാരണവശാലും മക്കക്കാർ ഈ നീക്കം അറിയരുത്, അതീവ രഹസ്യമായിരിക്കണം. ഒരു യുദ്ധം ഉദ്ദേശിച്ചല്ല നമ്മൾ പുറപ്പെടുന്നത്, സമാധാനപരമായിട്ടുള്ളൊരു യാത്രയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10,000 സ്വഹാബികളുമായി മക്കയിലേക്ക് തിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. അതുവരെ മുസ്ലിം ആകാതിരുന്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച് തൻ്റെ കുടുംബവുമായി മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങളുമായി ബൈഅത്ത് ചെയ്യാൻ വന്നതാണ്. അവിടെ വെച്ച് റസൂലുള്ളാഹിയുടെ കൈപിടിക്കുകയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം കൂട്ടം ചേരുകയും ചെയ്തു. വാദി ഫാത്തിമ എന്ന പ്രദേശത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സ്വഹാബത്തിനോടും തീ കത്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഓരോരുത്തരും പ്രത്യേകമായി തീക്കൂനകൾ ഉണ്ടാക്കുകയാണ്. ഇതേ സമയം അബൂ സുഫിയാൻ ഏതെങ്കിലും മുന്നേറ്റം മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ആ പ്രദേശത്തിലൂടെ നടക്കുകയായിരുന്നു. അറഫ മൈതാനത്ത് കാണാറുള്ളത് പോലുള്ള വെളിച്ചവും തീക്കൂട്ടവും കണ്ട് അമ്പരന്നു. എന്താണെന്നറിയാതെ പരിഭ്രാന്തനായ അബൂ സുഫിയാൻ ആ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അബൂ സുഫിയാനെ കണ്ടുമുട്ടുകയാണ്. അബൂ സുഫിയാനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ മക്കത്തേക്ക് പ്രവേശിക്കുകയാണ്, നീ ഇസ്ലാമിലേക്ക് കടന്നു വരിക. അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാന്റെ കൈപിടിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തിച്ചു. ഉഹദ് യുദ്ധത്തിന് നേതൃത്വം വഹിച്ച മുശ്രിക്കീങ്ങളുടെ നേതാവായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി. അവിടെ അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഹാദൽ യൗമുൽ മൽഹമ, ഇന്ന് അതിസാഹസികമായ ഒരു മുന്നേറ്റത്തിന്റെ സമയമാണല്ലേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ യാ അബൂ സുഫിയാൻ, ഒരിക്കലുമല്ല അബൂ സുഫിയാൻ, അൽ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. അള്ളാഹുവിന്റെ റസൂല് മക്കയിലേക്ക് ആളെ പറഞ്ഞയക്കുകയാണ്. ബനൂ ഖുസാഅത്ത് ഗോത്രക്കാരിൽ നിന്ന് ബനൂ ബക്കർ ഗോത്രക്കാർ കൊന്നുകളഞ്ഞ ആളുകൾക്കുള്ള ദിയ കൊടുക്കണം, ഇതായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ മുന്നോട്ട് വെച്ച ഡിമാൻഡ്. പക്ഷേ ബനൂ ബക്കർ ഗോത്രക്കാർ ദിയ കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഖുറൈശികളോടൊപ്പം നിന്ന് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവരമറിയിച്ചു. അള്ളാഹുവിന്റെ റസൂൽ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഖുറൈശികൾക്ക് വിവരം കൊടുക്കാൻ ഏൽപ്പിച്ചു. മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിനുൻ, ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവൻ സുരക്ഷിതനാണ്.
വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ, ആരെങ്കിലും മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചാൽ അവനും സുരക്ഷിതനാണ്. മൻ ഉഗ്ലിഖ അലൈഹി ബാബുഹു ഫഹുവ ആമിനുൻ, വീടിനകത്ത് വാതിൽ തുറക്കാതെ ആരൊക്കെ ഇരിക്കുന്നോ അവരൊക്കെ സുരക്ഷിതരാണ്. അബൂ സുഫിയാൻ ഈ വിവരം ഖുറൈശികളെ അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദ് ഇബ്നുൽ വലീദിനോടും കുറച്ച് സഹാബികളോടും മക്കയുടെ താഴ്ഭാഗത്തിലൂടെ മക്കയിലേക്ക് പ്രവേശിക്കാൻ പറയുകയാണ്. പക്ഷേ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവും സഹാബത്തും പ്രവേശിച്ച ആ വഴിയിൽ ശത്രുക്കൾ കാത്തു നിൽക്കുകയും ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെയും സഹാബത്തിനെയും ആക്രമിക്കുകയും ചെയ്തു. ആ അക്രമത്തിൽ മുശ്രിക്കീങ്ങളുടെ ഭാഗത്തു നിന്ന് 18 ആളുകളും മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്ന് 2 ആളുകളും മരണപ്പെടുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് തിരിച്ചു വന്ന റസൂലുള്ളാഹി തങ്ങൾ മക്കയുടെ മുകൾ ഭാഗത്തിലൂടെ കഅബയുടെ ഭാഗത്തേക്ക് പ്രവേശിച്ചു. പക്ഷേ ഒരാളും അള്ളാഹുവിൻ്റെ റസൂലിനെ തടയാൻ ധൈര്യം കാണിച്ചില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ച രൂപം മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു രാജാവിൻ്റെ പ്രൗഢിയോടെയല്ല അള്ളാഹുവിൻ്റെ റസൂൽ കടന്നത്. വിനയാന്യതനായി പരിപൂർണ തഖ്വയോടെ തലകുനിച്ച് സാവഗാനം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തേക്ക് ചെന്നു. ഹിജ്റ 8-ാം വർഷം റമളാൻ മാസത്തിൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മക്ക പ്രവേശനം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച് പറഞ്ഞു, ഹുജൂൻ എന്ന പ്രദേശത്ത് അഥവാ 3 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഖുറൈശികളുടെ ഉപരോധം മൂലം പച്ചില മാത്രം കഴിച്ച് ജീവിച്ചിരുന്ന ഷഅബ് അബീ താലിബിന്റെ സമീപത്തുള്ള കുന്നിന്റെ മുകളിൽ വിജയത്തിന്റെ പതാക നാട്ടാൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ ഏർപ്പെടുത്തുകയാണ്. അവസാനം അള്ളാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങളുടെ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകത്തിന്റെ പുറത്തു കയറി 7 പ്രാവശ്യം കഅബയ്ക്ക് ചുറ്റും നിർഭയത്വത്തോടുകൂടെ തവാഫ് നിർവഹിച്ചു. ശേഷം ഉസ്മാൻ ഇബ്നു തൽഹത്തിനെ വിളിച്ചിട്ട് കഅബയുടെ താക്കോല് കൊണ്ടുവരാൻ പറഞ്ഞു. ഉസ്മാൻ ഇബ്നു തൽഹ അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ കൈകളിൽ കഅബയുടെ താക്കോല് വെച്ചു കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി അവിടുത്തെ പരിശുദ്ധമായ കരം കൊണ്ട് കഅബയുടെ വാതിൽ തുറന്നു. അകത്ത് കയറി കഅബയുടെ ഭിത്തികളിൽ ആണിയടിച്ചു തൂക്കിയിരുന്ന പൂർവകാല പ്രവാചകന്മാരുടെയും മലായിക്കത്തിന്റെയും ഒക്കെ രൂപങ്ങൾ പ്രവാചകൻ അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് തന്നെ നീക്കം ചെയ്തു. അവിടെ നിന്ന് ഉച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക. കാലങ്ങൾക്ക് ശേഷം സത്യം വിജയിച്ചിരിക്കുന്നു, അസത്യം പരാജയപ്പെട്ടു എന്ന വിശുദ്ധ ഖുർആനിന്റെ വാചകം അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ വാതിലിന്റെ ഭാഗത്തേക്ക് പോവുകയും അവിടെ നിന്ന് ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്തു. എല്ലാ പ്രതികാരങ്ങളും ദുരഭിമാനവും ഇന്നത്തോടുകൂടെ എൻ്റെ കാലിന്റെ ചുവട്ടിൽ ഞാൻ കുഴിച്ചു മൂടുകയാണ്. കഅബയിൽ വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കലും കഅബയുടെ സംരക്ഷണവുമല്ലാത്ത മുഴുവൻ കാര്യങ്ങളും ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ എടുത്തു മാറ്റുകയാണ്. ഖുറൈശികളെ പ്രത്യേകം വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിച്ചു, അഹങ്കാരവും ദുരഭിമാനവും ഇതോടെ അവസാനിക്കണം. അന്നാസു മിൻ ആദം വ ആദമു മിൻ തുറാബ്. മുഴുവൻ മനുഷ്യരും ആദമിൽ നിന്നുള്ളതാണ്, ആദമോ മണ്ണിൽ നിന്നുള്ളതാണ്. ശേഷം വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, യാ ഖുറൈശ് മാ തറൗന അന്നി ഫാഇലുൻ ബിക്കും. അല്ലയോ ഖുറൈശികളെ, ഞാൻ ഇന്ന് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഖുറൈശികൾ ഒന്നടങ്കം പറഞ്ഞു, ഖൈറ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഖൈറു മാത്രമാണ്. കാരണം അഖുൻ കരീമുൻ വബ്നു അഖിൻ കരീം, നിങ്ങളൊരു മാന്യനായ സഹോദരനാണ്, മാന്യനായ സഹോദരന്റെ മകനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളോട് പറഞ്ഞു, ഇദ്ഹബു ഫഅൻതുമുത് തുലഖാ, നിങ്ങൾ സുരക്ഷിതമായി പിരിഞ്ഞു പോയിക്കൊള്ളുക, എല്ലാവർക്കും ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. ഇതും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ കഅബാലയത്തിന്റെ തൊട്ട് ചേർന്നുള്ള മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു തൽഹത്തിനെ വിളിച്ച അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് കഅബാലയത്തിന്റെ താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു, ഹാക്ക മിഫ്താഹുക യാ ഉസ്മാൻ, ഇതാ ഉസ്മാൻ കഅബയുടെ താക്കോൽ. ഹാദാ യൗമുൽ ബിർരി വൽ വഫാ, ഇന്ന് നന്മയുടെയും കരാർ പൂർത്തീകരണത്തിന്റെയും ദിവസമാണ്.
ളുഹർ നിസ്കാരത്തിന്റെ സമയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തേക്ക് വന്നു. 10,000 സ്വഹാബത്തുൽ കിറാം അള്ളാഹുവിന്റെ റസൂലിനെ നോക്കി നിൽക്കുകയാണ്. ആയിരക്കണക്കിന് മക്കാ മുശ്രിക്കീങ്ങളും ആ സമീപത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് ആർക്കോ വേണ്ടി പരതുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, എന്നെയാണോ റസൂലുള്ളാഹി നോക്കുന്നത്, മുന്നോട്ട് കയറി നിന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്പം കൂടി അടുത്തു നിന്നു, ആരെയാണ് റസൂലുള്ളാഹി തിരയുന്നതെന്നറിയാൻ. അവസാനം അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തുൽ കിറാമിനോട് ചോദിച്ചു, ഐന ബിലാൽ, ബിലാൽ എവിടെ? സഹാബത്തുൽ കിറാം അത്ഭുതപ്പെട്ടു, എന്തിനാണ് ബിലാലിനെ തിരയുന്നത് ഈ സമയത്ത്? കറുകറുത്ത നീഗ്രോ വർഗക്കാരനായ കുള്ളനായ ബിലാൽ പതുക്കെ റസൂലുള്ളാഹി തങ്ങളുടെ സമീപത്തേക്ക് വന്നു. അനയാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ വിളിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കയറു ബിലാലെ കഅബാലയത്തിന്റെ മുകളിലേക്ക്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെട്ടു, എന്തിനാണ് നബിയെ? അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, കയറു ബിലാൽ കഅബാലയത്തിന്റെ മുകളിലേക്ക്. 10,000 സ്വഹാബത്തുൽ കിറാമും മക്കയിലെ മുഴുവൻ മുശ്രിക്കീങ്ങളും അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറി. അള്ളാഹുവിന്റെ റസൂൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാൽ, ഏതൊരു വാക്യം ഉച്ചരിച്ചതിന്റെ പേരിലാണോ 8 വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ നിന്ന് മലർത്തിക്കിടത്തുകയും ശരീരത്തെ ശക്തമായ പാറക്കല്ലുകൾ കയറ്റിവെച്ച് ഉപദ്രവിക്കുകയും ചെയ്തത്, ആ വാക്ക് നീ ഇവിടെ നിന്ന് വിളിച്ചു പറയണം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ മുകളിൽ നിന്ന് ഉറക്ക ബാങ്ക് കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനയ്ക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്നും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ മുകളിൽ നിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. ഇതായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ മക്കക്കാർക്ക് കൊടുത്ത മാധുര്യമുള്ള പ്രതികാരം. അതുവരെ ഖുറൈശികൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന കഅബാലയത്തിന്റെ മുകളിൽ കറുകറുത്ത നീഗ്രോ വർഗക്കാരനായ ബിലാൽ ഇബ്നു റബാഹ് കയറുകയും അവിടെ നിന്ന് തൗഹീദിന്റെ വാക്കുകൾ വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ മക്കാ മുശ്രിക്കീങ്ങൾ അത് കാണാൻ കഴിയാതെ പല സ്ഥലത്തും ഓടി ഒളിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇതൊന്നും കാണുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പിതാക്കന്മാർ എത്ര ഭാഗ്യമുള്ളവരാണ്. അത്ര വർണ്ണവിവേചനമുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഖ്വയ്ക്ക് മാത്രമാണ്, ഭക്തിക്ക് മാത്രമാണ് സ്ഥാനമുള്ളത് എന്ന വലിയൊരു സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തടിച്ചുകൂടിയ മുഴുവൻ ആളുകൾക്കും കൈമാറുകയായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫാ മലയുടെ മുകളിൽ പോയിരുന്നു. സഫാ പർവ്വതത്തിന്റെ മുകളിലിരുന്ന റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് മക്കയിലുള്ള ഓരോ ആളുകളും കടന്നു വരാൻ തുടങ്ങി. ഓരോരുത്തരായും കൂട്ടം കൂട്ടമായും വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് ബൈഅത്ത് ചെയ്തു. ആദ്യം പുരുഷന്മാരും പിന്നീട് സ്ത്രീകളും വന്ന് ബൈഅത്ത് ചെയ്തു. കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹാദാ മാ വഅദനി റബ്ബി ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന സൂറത്തിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനത്തിന്റെ നിർവഹണമാണ് ഇവിടെ നടക്കുന്നത്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യാൻ ഒരാൾ നടന്നെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലുകൾ ഭയം കൊണ്ട് കൂട്ടിയിടിക്കുന്നത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഹവ്വിൻ അലൈക്, ഹവ്വിൻ അലൈക്, ശാന്തനാവുക, ശാന്തനാവുക. അനലസ്തു ബിമലിക്, ഞാനൊരു രാജാവല്ല, ഞാനൊരു ഭരണാധികാരിയായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ മിൻ ഖുറൈശ് തഅകുലുൽ ഖദീദ്, ഉണക്ക മാംസം ഭക്ഷിച്ച് ഈ മണ്ണിൽ ജീവിച്ച ഖുറൈശിയായ ഒരു പെണ്ണിന്റെ മകനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇതായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ. അധികാരത്തിന്റെ ജാടകളോ ഗർവുകളോ ഇല്ലാത്ത ഒരു പച്ചയായ മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും ചുരുക്കി എങ്ങനെ പറയാമെന്നതിനെ സംബന്ധിച്ച് ഞാൻ വായിച്ചെടുത്തും പഠിച്ചെടുത്തും ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തതും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്തുകളോ റസൂലുള്ളാഹി കാണിച്ച അത്ഭുതങ്ങളോ അല്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു പച്ചയായ മനുഷ്യനായി സ്വഹാബത്തിന്റെ ഇടയിൽ ജീവിച്ച റസൂലുള്ളാഹി തങ്ങളുടെ പെരുമാറ്റങ്ങളും റസൂലുള്ളാഹിയുടെ ജീവിത ശൈലിയും റസൂലുള്ളാഹി തങ്ങളുടെ നേതൃപാഠവുമായിരുന്നു ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. ശേഷം 21 വയസ്സുള്ള അത്താബ് ഇബ്നു ഉസൈദിനെ വിളിച്ച് അള്ളാഹുവിന്റെ റസൂൽ മക്കയുടെ അമീറായിട്ട് പ്രഖ്യാപിച്ചു.
പിന്നീട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെയും അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു തആല അൻഹുവിനെയും മക്കക്കാർക്ക് വിശുദ്ധ ഖുർആനും പരിശുദ്ധമായ ദീനും പഠിപ്പിക്കാൻ അധികാരപ്പെടുത്തി 18-ാമത്തെ ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുൽ കിറാമും മദീനയിലേക്ക് തിരിച്ചുപോയി.